അമർനാഥ് തീർത്ഥയാത്ര നടക്കുകയാണിപ്പോൾ ജമ്മു കാശ്മീരിൽ. ഓഗസ്റ്റ് 19 വരെയാണ് അമർനാഥ് യാത്ര. ഈ യാത്രയ്ക്ക് തൊട്ടു പിന്നാലെ ഏത് നിമിഷവും ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയേക്കും. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ BJP മുന്നൊരുക്കം തുടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം വ്യാഴാഴ്ച JP നദ്ദ, അമിത്ഷാ അടക്കമുള്ളവർ ജമ്മു കാശ്മീരിലെ BJP നേതാക്കളുമായി ഒരു നിർണായക കൂടിക്കാഴ്ച നടത്തി. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും BJP മുൻപോട്ട് വെക്കുന്ന പ്രധാന മുദ്രാവാക്യങ്ങളൊന്ന് അധിനിവേശ കാശ്മീർ തിരിച്ചു പിടിക്കും എന്നുള്ളത് തന്നെയാണ്. ഏറെക്കാലമായി BJPയുടെ പ്രധാന വാഗ്ദാനങ്ങൾ ഒന്ന് തന്നെ ആയിരുന്നു ഇത്. പക്ഷേ ഇത്തവണ കാശ്മീരിൽ അതിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് അത് തന്നെയാണ് പ്രധാന മുദ്രാവാക്യം, അത് തന്നെയാണ് പ്രകടന പത്രികയിൽ ഒന്നാമതായി പറയുന്ന കാര്യവും. മുൻപ് നമുക്കറിയാം, ദേശീയ തലത്തിൽ തന്നെ BJP ഒന്നാമതായി പറഞ്ഞിരുന്ന അയോധ്യയിലെ രാമക്ഷേത്രമായിരുന്നെങ്കിൽ ഇത്തവണ POK പാക് അധിനിവേശ കാശ്മീർ തിരിച്ചു പിടിക്കുമെന്നാണ്. ഇത്തവണ തെരഞ്ഞെടുപ്പിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞതിനു ശേഷം 35A എടുത്തു കളഞ്ഞതിനു ശേഷം നടക്കുന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു നിർണായകമാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും. 114 നിയമസഭാ സീറ്റുകളാണ് ഈ ജമ്മു കാശ്മീരിലുള്ളത്. ഇതിൽ 24 സീറ്റുകൾ ഉള്ളത് അധിനിവേശ കാശ്മീരിലാണ്. അതായത് പാക് ഒക്കുപ്പൈഡ് കാശ്മീരിലാണ് 24 സീറ്റുകൾ. നമ്മളുടെ നിയമസഭയിൽ, ജമ്മു കാശ്മീർ നിയമസഭയിൽ 24 സീറ്റുകൾ ഒഴിച്ചിട്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ അടുത്ത സമയത്ത് ഈ 24 സീറ്റുകളിൽ റിസർവേഷൻ കൂടി കേന്ദ്ര സർക്കാർ സംവരണം ചെയ്തിരുന്നു. ഏതായാലും 114 സീറ്റുള്ള അതിൽ 24 POKയിലാണ്. ബാക്കിയുള്ള സീറ്റുകൾ, അതായത് 90 സീറ്റുകളിൽ BJP മത്സരിക്കും. അതായത് മുഴുവൻ സീറ്റുകളും BJP മത്സരിക്കുമെന്ന് BJP വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നു. തെരഞ്ഞെടുപ്പിന് മുമ്പ് ആരുമായും സഖ്യമുണ്ടാകില്ല. പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷം തങ്ങളുടെ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണെന്നും സഖ്യസാധ്യതകൾ അപ്പോൾ പരിശോധിക്കാമെന്നുമാണ് BJP പറഞ്ഞത്. ഏതായാലും കഴിഞ്ഞ കുറേ നാളുകളായി തെരഞ്ഞെടുപ്പിന് മുൻപ് തൊട്ട് തന്നെ ഈ രാജ്നാഥ് സിംഗ് ആയാലും അമിത്ഷാ ആയാലും നരേന്ദ്രമോദി അടക്കമുള്ളവർ ഈ POK കുറിച്ചാണ് സംസാരിക്കുന്നത്. തങ്ങളിലേക്ക് ഒരു തുള്ളി രക്തം പോലും ചിന്താതെ തങ്ങളിലേക്ക് എത്തിച്ചേരുമെന്ന് പറയുന്ന ആ ജമ്മു കാശ്മീരിൻ്റെ ഭാഗമായിരുന്ന അധിനിവേശ കാശ്മീർ തിരിച്ചു പിടിക്കുമെന്നാണ് BJPയുടെ പുതിയ മുദ്രാവാക്യം. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ ഇതായിരിക്കും പ്രധാന മുദ്രാവാക്യം. ജമ്മു കാശ്മീരിലെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാന പ്രചാരകൻ നരേന്ദ്രമോദി ആയിരിക്കും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.